നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ വഴിവക്കിന്ന് കിട്ടുന്ന സ്ലേറ്റ് പെൻസില്, വളപ്പൊട്ട്, മഞ്ചാടിക്കുരു ഇതൊക്കെ പെറുക്കി നമ്മൾ ബാഗിൽ വെക്കണ ഒരു ശീലം ഉണ്ടായിരുന്നില്ലേ? അതുപോലെ എനിക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയ ഒരു റെയർ കഷിയാണ്ടായി നിൽക്കണത്. ആള് നിസ്സാര കക്ഷിയല്ല കേട്ടാ. പാട്ട് ടീച്ചറാണ്, യോഗ ടീച്ചറാണ്. പിന്നെ ആളൊരു പക്ക ആയുർവേദ കുട്ടിയാണ് കേട്ടാ. അവളുടെ കയ്യിൽ നമ്മളൊക്കെ യാത്ര പോകുമ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. ഇവളുടെ കയ്യിലില്ലാത്ത സാധനം ഉണ്ടായിരുന്നില്ല. ധന്വന്തരം ഗുളിക, രാസ്നാദിപ്പൊടി, പിന്നെ എന്തൊക്കെയോ ടാബ്ലറ്റുകളൊക്കെ ആയുർവേദമായിരുന്നു. പാട്ട് ബുക്ക്, വേറെയും കുറച്ച് ബുക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേണ്ട മരുന്നുകളൊക്കെ അത്യാവശ്യം വേണ്ട എല്ലാ ആയുർവേദ മരുന്നുകളും അവളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂടാണ്ട് ചന്ദനം വരെയും, ഒറിജിനൽ ചന്ദനം അത് അരയ്ക്കാനായിട്ട് കല്ല് കണ്ട അതരയ്ക്കാൻ വേണ്ടി അവൾ കൊണ്ടുവന്നേക്കണുണ്ട് കല്ല്. ചന്ദനമുട്ടി ചെറുത് പറഞ്ഞാൽ അതും എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ ചന്ദനം അരച്ച് ഞങ്ങൾക്കൊക്കെ തൊട്ട് തന്നു കേട്ടോ. പിന്നെ മൂകാംബികയില, കൊല്ലൂർ മൂകാംബികയില കുങ്കുമം, പിന്നെ അതുകൂടാതെ പല്ല് തേക്കാനായിട്ട് ആയുർവേദത്തിൻ്റെ ഇതൊരു പേസ്റ്റ് കൂടാതെ നമ്പൂതിരിപ്പൊടി വരെ ഉണ്ടായിരുന്നു അവളുടെ കയ്യിലിട്ടാ. മൊത്തത്തിൽ ഫുൾ സെറ്റപ്പായിട്ടാണ് ആള് ഒരു 2 ദിവസത്തെ ട്രിപ്പിന് വന്നത്. അവളെ കൊണ്ടുവന്ന മിക്ക മരുന്നും ഉപയോഗിക്കേണ്ടി വന്നത് സത്യം പറഞ്ഞാൽ എനിക്കാണ് കേട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് മാനാഞ്ചിറ മൈതാനത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സൂര്യഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് സൂര്യ നമസ്കാരം ചെയ്യണം. അവിടെ അവൾ ഒട്ടും ഷൈ അല്ല കേട്ടോ. അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാലും അവൾ നല്ല ഭംഗിയായിട്ട് സൂര്യ നമസ്കാരം ചെയ്തു കേട്ടോ. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയുന്നത് ഇതുപോലത്തെ സൗഹൃദങ്ങൾ കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇതുപോലെ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ചങ്ക്? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ.